ഹായ് ഓൾ, വെൽക്കം ടു BK808 ക്രിക്കറ്റ് ഫീവർ. ശ്രീലങ്കൻ പരമ്പരയിലെ രണ്ടാമത്തെ മത്സരമാണ് ഇന്ന് നടക്കുന്നത്. ആദ്യ മത്സരത്തിൽ 43 റൺസിന് ഇന്ത്യ വിജയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ടീം വളരെ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. ഇന്നത്തെ മത്സരത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 3 മത്സരങ്ങളുള്ള T20-യിൽ ഇന്നത്തെ മത്സരം കൂടി വിജയിച്ചാൽ ഇന്ത്യക്ക് പരമ്പര സ്വന്തമാകും. അതുകൊണ്ട് തന്നെ ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാച്ച് എന്ന് പറയുന്നത് വളരെ നിർണായകമാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ടായിരുന്നു. ഏത് ചാനലിലാകും നമുക്കത് കാണാൻ സാധിക്കുക, അതുപോലെ തന്നെ ഏത് OTT പ്ലാറ്റ്ഫോമിലാണ് ലഭ്യമാകുക എന്നൊക്കെ. ഇത് സോണി സ്പോർട്സ് ആണ് ടെലികാസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സോണി സ്പോർട്സ് 1, അതുപോലെ സോണി സ്പോർട്സ് 10/5 ഇതിലൊക്കെയാണ് കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ OTT പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് സോണി ലൈവ് ആണ്. സോ നിങ്ങൾക്ക് ശ്രീലങ്കൻ ടൂർ എല്ലാം തന്നെ ഇതിൽ കാണാൻ സാധിക്കും. വെന്യൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാറ്റിംഗ് ഫ്രണ്ട്ലി പിച്ചാണ്. അതുപോലെ തന്നെ സ്പിന്നേഴ്സിനെ കൂടി അനുകൂലിക്കുന്ന ഒരു പിച്ചാണ് എന്ന് പറയാം. ബാറ്റേഴ്സിന് 45% അനുകൂലവും സ്പിന്നേഴ്സിന് 35%, ഫാസ്റ്റ് ബൗളേഴ്സിന് 20%-മാണ് ഒരു റേഷ്യോ എടുത്ത് നോക്കുകയാണെങ്കിൽ കാണപ്പെടുന്നത്. കാരണം ഫാസ്റ്റ് ബൗളേഴ്സിന് കൂടുതൽ റൺസ് കൊടുക്കേണ്ടി വരുന്ന ഒരു പിച്ചായിട്ടാണ് ഈ ഒരു പിച്ചിനെ കാണുന്നത്. ഇവിടെ ഈ സ്റ്റേഡിയത്തിൽ ടോട്ടൽ 23 T20 മത്സരങ്ങളാണ് നടന്നിട്ടുള്ളത്. അതിൽ 13 മത്സരങ്ങൾ ഫസ്റ്റ് ബാറ്റ് ചെയ്തവരും 8 മത്സരങ്ങൾ സെക്കൻഡ് ബാറ്റ് ചെയ്തവരാണ് ജയിച്ചിട്ടുള്ളത്. ടൈ ആയിട്ട് 2 മത്സരങ്ങളാണ് വന്നിട്ടുള്ളത്. ഒരു ആവറേജ് ഇന്നിംഗ് സ്കോർ, ഫസ്റ്റ് ഇന്നിംഗ് സ്കോർ എന്ന് പറയുന്നത് 173 ആണ്. ഹയസ്റ്റ് സ്കോർ 263 ആണ്. ഓസ്ട്രേലിയ ആയിരുന്നു എടുത്തിരുന്നത്. ലോവസ്റ്റ് 88 for 10 ആണ്. ഇന്നലെ ഇന്ത്യയുടെ ഒരു ഇടയ്ക്കൊരു പന്തൊന്ന് സ്ലോ ആയതെന്നല്ലാതെ വേറെ ഇഷ്യൂസൊന്നും ഇന്ത്യയുടെ ടീമിൽ കണ്ടിരുന്നില്ല. എന്തെങ്കിലും കൂടുതൽ ഒരു 230 മുകളിൽ ഇന്ത്യക്ക് എടുക്കാൻ സാധിക്കുമായിരുന്നു എന്ന് തോന്നിയൊരു നിമിഷമായിരുന്നു ഇന്നലത്തേത്. ഇന്ത്യയുടെ ടീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്ലേയിങ് 11 ശുഭൻ ഗിൽ, ജയ്സ്വൽ, സൂര്യകുമാർ യാദവ്, പന്ത്, പരാഗ്, ഹർദിക് പാണ്ഡ്യ, റിങ്കു സിംഗ്, അക്സർ പട്ടേൽ, അർഷദീപ് സിംഗ്, ബിഷ്ണോയ്, സിറാജ് എന്നിവർ തന്നെയായിരിക്കും. ഫാസ്റ്റ് ബൗളേഴ്സിൽ ഇന്ത്യക്ക് സിറാജും അർഷദീപ് സിംഗും കൂടാതെ ഓൾറൗണ്ടറായ ഹർദിക് പാണ്ഡ്യ കൂടിയുണ്ട്. എന്നാൽ സ്പിന്നിന് വെച്ച് നോക്കുകയാണെങ്കിൽ ബിഷ്ണോയും നമ്മുടെ അക്സർ പട്ടേലും പോരാതെ ഇപ്പോൾ പരാഗും കൂടെ കൂടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ പരാഗിന് അധികം ഓവറൊന്നും കിട്ടിയില്ലെങ്കിൽ പോലും 1-2 ഓവേഴ്സെങ്കിലും പരാഗിന് കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. ബെഞ്ച് പ്ലെയേഴ്സ് ആയിട്ടുള്ളത് ഡുബെ, സഞ്ജു സാംസൺ, ഖലീൽ അഹമ്മദ്, വാഷിങ്ടൺ സുന്ദർ എന്നുള്ളതാണ്. ശ്രീലങ്കയുടെ പ്ലെയേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിലും അതിലും വലിയ മാറ്റങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. നിസംഗ, മെന്ദിസ്, പെരാരെ, മെന്ദിസ്, അസലങ്ക, ഹസരംഗ, സനങ്ക, പതിരണ, തീക്ഷണ, മധുസനങ്ക, ഫെർണാണ്ടോ എന്നിവർ തന്നെയായിരിക്കും അവരുടെ പ്ലേയിങ് 11 എന്ന് പറയുന്നത്. മാറ്റങ്ങൾ വരുത്താനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അതുപോലെ തന്നെ അവർക്ക് പതിരണ എന്നുള്ളൊരു ഷാർപ്പ് പ്ലെയർ തന്നെ അവരുടെ കയ്യിലുണ്ട് എന്നുള്ളത് തന്നെയാണ് ബൗളിങ്ങിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിലുള്ളത്. ബാറ്റിങ്ങും അവർ ഇന്നലെ തന്നെ രണ്ടുപേരും നിസംഗയും മെന്ദിസും വളരെ നല്ല രീതിയിലൊരു പാർട്ണർഷിപ്പ് നേടിയെടുക്കാൻ അവർക്ക് സാധിച്ചിരുന്നു. അത് ആ ഒരു വിക്കറ്റ് നഷ്ടമായില്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യ തോൽക്കും എന്നൊരു സ്ഥിതി വരെ എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യയുടെ ബൗളേഴ്സ് അത് തിരിച്ചു പിടിച്ചു ഇന്ത്യയെ കളിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രീലങ്കയുടെ ബാറ്റിങ്ങിനെ കുറച്ച് കാണാനും സാധിക്കില്ല. എന്തായാലും ഇന്ത്യയുടെ കളി നല്ല രീതിയിലായിരിക്കും. തുടർന്നുള്ള കളികൾ ഇന്ത്യ വിജയിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. സോ സ്റ്റേ ട്യൂൺ വിത്ത് us for more videos. Thank you.